Hello human, it's me Octopus. Welcome to my world. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ്റെ ഏറെ പങ്ക് കടലിൽ നിന്നുമാണെന്നും അതും ആൽഗകളും സൂക്ഷ്മജീവികളാണ് പുറപ്പെടുവിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പഠിച്ചതെല്ലാം പൂർണ്ണമായും തെറ്റാണെന്നുള്ള രീതിയിലാണ് പുറത്തു വരുന്നത്. വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. പക്ഷേ ഒട്ടുമില്ലാത്ത കടലിൻ്റെ ആഴങ്ങളിൽ ചെല്ലുന്തോറും ഓക്സിജൻ്റെ അളവ് കുറയുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊരിക്കലും മനുഷ്യൻ്റെ ഗുണമല്ലെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഓക്സിജൻ്റെ അളവിനെക്കുറിച്ചുള്ളൊരു പുതിയ കണ്ടുപിടുത്തത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും 4000 മീറ്റർ താഴെ സൂര്യപ്രകാശം ഒരിക്കലും എത്താത്ത സ്ഥലത്ത് ഓക്സിജൻ്റെ അളവ് സാന്നിധ്യം കണ്ടുപിടിച്ചിരിക്കുന്നു നമ്മുടെ ശാസ്ത്രജ്ഞർ. എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രതിഭാസം ജീവജാലങ്ങളില്ലാ സ്ഥലത്തു നിന്ന് ആദ്യമായിട്ടാണ് ഓക്സിജൻ പുറത്തു വരുന്നതെന്നാണ് ഗവേഷകർ കണ്ടുപിടിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സമുദ്രത്തിനടിയിലുള്ള സസ്യജാലങ്ങളിൽ നിന്നും ഫോട്ടോസിന്തറ്റിക് ആൽഗകളിൽ നിന്നുമാണ് ഓക്സിജൻ പുറത്തു വരുന്നതെന്നാണ് പഠിച്ചിരിക്കുന്നത്. എന്നാൽ അത് പൂർണ്ണമായും തെറ്റെന്നുള്ള രീതിയിലാണ് ഗവേഷകർ പറയുന്നത്. എന്നാൽ നേച്ചർ ജിയോ സയൻസ് പ്രസിദ്ധീകരിച്ച പുതിയ ഗവേഷണ റിപ്പോർട്ടിൽ നിന്നും ഓക്സിജൻ പൂർണ്ണ ഇരുട്ടിൽ വികസിച്ചിരിക്കാമെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നു. സ്കോട്ടിഷ് അസോസിയേഷൻ ഫോർ മറൈൻ സയൻസിലെ പുതിയ ഗവേഷകൻ ആൻഡ്രൂ സ്വീറ്റ്മാനാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. നമ്മൾ പഠിച്ചതും നമ്മൾ പഠിപ്പിച്ചതുമായിട്ടുള്ള പല കാര്യങ്ങളും തെറ്റെന്നുള്ള രീതിയിലാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. കാരണം സൂര്യപ്രകാശം താഴെ എത്തി ആൽക്കളിൽ നിന്നുമാണ് ഓക്സിജൻ പുറപ്പെടുവിക്കുന്നതാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. അതെല്ലാം പൂർണ്ണമായും തെറ്റെന്നുള്ള രീതിയിലാണ് സ്വീറ്റ്മാൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ടുകൾ പ്രകാരം പ്രകാശ സംശ്ലേഷണം നടക്കാതെയും കടലിൽ നിന്നും 4 കിലോമീറ്റർ താഴെയും ഈ ഓക്സിജൻ്റെ പ്രതിഭാസം കണ്ടിരിക്കുന്നു. ഹൈഡ്രജനും ഓക്സിജനായിട്ട് യോജിപ്പിക്കുന്ന ലോഹ നോഡുകൾ വഴിയാണ് ഈ പ്രതിഭാസം നടക്കുന്നതാണ് സ്വീറ്റ്മാൻ കണ്ടുപിടിച്ചിരുന്നത്. ലോകത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു ചർച്ചയായി തുടരുകയാണ് ഇപ്പോഴും.